ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലോവ്സ് വിത്ത് ഫസു. കുറച്ച് ദിവസമായിട്ട് വളരെ ബിസി ആയിരുന്നുകൊണ്ട് ഫോട്ടോസും വീഡിയോസൊന്നും എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല ഗൈസ്. അങ്ങനെ പിന്നെയും ബാക്ക് ഓൺ ട്രാക്ക്. കുറച്ച് ക്ലിപ്സ് എടുത്തതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ഈ ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ട്. ഇത് മറ്റെവിടെയല്ല, ഇത് ദുബായ് സഫാരി പാർക്കിലായിരുന്നു. അവിടെ കുറച്ച് പവലിയൻസൊക്കെ ഉണ്ട്. നമുക്ക് ആകെ ഒരെണ്ണേ കവർ ചെയ്യാൻ പറ്റുകയുള്ളൂ. ആഫ്രിക്കൻ ആനിമൽസാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാവയെ കാണിക്കാനാണ് കൊണ്ടുപോയതെങ്കിലും നമ്മളാ കണ്ടേ, ബിക്കോസ് അവനത് കാണാനുള്ള പ്രായമായിട്ടില്ല ഗൈസ്. അവൻ ചെടിയും ആനിമൽസിനെ കാണിച്ചു കൊടുത്താൽ പോലും അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഹിപ്പോപ്പൊട്ടാമസിനെ ഒത്തിരി പ്രാവശ്യം കാണിച്ചെങ്കിലും അതവൻ കണ്ടില്ല ഗൈസ്. അവൻ അതിൻ്റെ വെള്ളവും അപ്പുറത്തെ മങ്കീസിനെ നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ എന്തുവാവോ, അപ്പോൾ അങ്ങനെ നമ്മൾ എൻജോയ് ചെയ്തു. നല്ലൊരു ഡേ ആയിരുന്നു. ഒത്തിരി പവലിയൻസ് ഉണ്ടെങ്കിൽ നമുക്കാകെ ആഫ്രിക്കൻ പവലിയൻ മാത്രമേ കവർ ചെയ്യാൻ പറ്റുകയുള്ളൂ. പിന്നെ സ്ട്രോളറൊക്കെ കൊണ്ട് നടന്നെങ്കിലും അവനെ കയ്യിൽ തന്നെ എടുത്ത് വെക്കേണ്ടി വന്നു. അങ്ങനെ ക്ഷീണിച്ച് തളർന്നൊക്കെ എത്തി. ഇത് അവിടുത്തെ ട്രഡീഷണൽ ഡാൻസാണ്. അവിടുത്തെ ആഫ്രിക്കൻ ട്രഡീഷണൽ ഡാൻസ് നല്ലതായിരുന്നു. ഒറ്റയ്ക്ക് ഇരുത്തി പെട്ടെന്നെടുത്ത ഷോട്ടാണ് ഗൈസ്. ഇത് ലയൺ സിംബയുടെ പുറത്തിരിക്കുന്ന ഫസ്. ഇതവിടുത്തെ ആനകളാണ്. നല്ല രസമായിരുന്നു ആനകളുടെ ജിറാഫിനെ കാണാൻ പറ്റിയില്ല. അതായിരുന്നു നമ്മുടെ ഏക വിഷമം. ബിക്കോസ് നമ്മൾ ഏഷ്യൻ പവലിയനിലെത്തിയപ്പോഴത്തേക്ക് സമയം തീർന്നു ഗൈസ്. കിളി പോയി ഉറങ്ങി ടയേർഡായിട്ടിരിക്കുന്ന ഇക്കായും ആക്റ്റീവായിട്ടിരിക്കുന്ന ഫസു. അങ്ങനെ നമ്മൾ 6 മണിയായപ്പോൾ നമ്മൾ ഇറങ്ങി ഗൈസ്. ടാറ്റ ബൈ ബൈ സി യു പറഞ്ഞു.